രാജ്യത്തെ തന്നെ നടുക്കിയ വയനാട് ദുരന്തം നടന്നിട്ട് നാളെ ഒരു വർഷം. വയനാട് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകൾ ഒന്നാകെ ഒലിച്ചുപോയ ദുരന്തത്തിൽ 298 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിനും അപ്പുറമാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇപ്പോഴും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇവിടെ എങ്ങും എത്തിയിട്ടുമില്ല. വിശദാംശങ്ങളുമായി മുണ്ടക്കൈയിൽ നിന്ന് അർജുനുണ്ട്. അർജുൻ, ഇപ്പോൾ ഉള്ളത് ആ ദുരന്ത ഭൂമിയിലാണ്. ഒരുപാട് പേരുടെ ജീവനും ജീവിതവുമൊക്കെ നശിച്ചുപോയ, ഇപ്പോൾ ഒരു പിടി മണ്ണ് മാത്രമായി അവശേഷിക്കുന്ന ആ മണ്ണിൽ എന്താണ് അവിടുത്തുകാർ ഇപ്പോഴും സങ്കടത്തിലാണ്. അവർക്ക് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പുനരധിവാസവും നടക്കുന്നില്ല എന്നതാണ് ഏറെ സങ്കടകരം. സർക്കാർ അവരെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് നമുക്ക് അവിടുന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശശി തരൂരില്ലേ? നാളെ മുണ്ടക്കൈ ദുരന്തത്തിന് ഒരാണ്ട് തികയുകയാണ്. നിരവധി പേരുടെ ജീവനും ജീവിതവും ഒലിച്ചുപോയ ആ കറുത്ത രാത്രി. 298 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥ മരണസംഖ്യ എത്രയാണ് എന്ന് ഇപ്പോഴും അറിയില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പലരുടെയും ഉറ്റവരെയും ഇനിയും കണ്ടെത്താനാകാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോഴും അവർ പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ള വിഷമത്തിലുമാണ്. ജനം TV സംഘം മുണ്ടക്കൈയിലുണ്ട്. അർജുനാണ് നമുക്ക് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ നൽകുക. അവരുടെ സങ്കടങ്ങൾ ജനം TVയുടെ നേരത്തെ തന്നെ പങ്കുവച്ചതാണ്. അർജുൻ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അർജുൻ, ആ ദുരന്ത ഭൂമിയിലാണ് ഉള്ളത്. നിരവധി പേരുടെ ജീവനും ജീവിതവും ഒക്കെ നഷ്ടമായി. ഇപ്പോൾ അവിടെ ഉള്ളത് മണ്ണ് മാത്രമാണ്. എന്താണ് അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ, അർജുൻ? ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെയാണ് ഈ പ്രദേശം ഇപ്പോഴും നിൽക്കുന്നത്. പാറക്കല്ലുകളും ചളിയും നിറഞ്ഞ പ്രദേശമായി തന്നെ ഈ പ്രദേശം നിൽക്കുകയാണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ആ മുകളിലേക്ക് നമ്മൾ കാണുന്ന ആ സ്ഥലത്താണ് പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത്. ആ പുഞ്ചിരിമട്ടത്തു നിന്നാണ് ഒരു ഉത്ഭവം, അതായത് ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ഉത്ഭവം ആ പുഞ്ചിരിമട്ടമാണ്. അവിടെ നിന്നും നേരെ ആ കല്ലും ചെളിയും അടക്കം ഉരുണ്ടു വന്ന ഈ മുണ്ടക്കൈയിലേക്ക് എത്തുന്നു. മുണ്ടക്കൈയിൽ തങ്ങി നിൽക്കുന്നു. അതിനുശേഷം ഏകദേശം 1 മണിയോടുകൂടി ഈ തങ്ങി നിന്നിട്ടുള്ള കല്ലും മരവും എല്ലാം കൂടി പിന്നെയും ഒലിച്ച് നേരെ താഴേക്ക് പോയി ചൂരൽമല അടക്കം എത്തി, ചൂരൽമല ടൗൺ അടക്കം ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ വലിയ വേദനയാണ് ഇവിടെയുള്ള ഓരോ ജനങ്ങളുടെ ഉള്ളിലേക്കും ഇറങ്ങിച്ചെന്നത്. ആ ഒരു നിമിഷം നമുക്ക് ആലോചിക്കാൻ കൂടി നമ്മളടക്കം അന്നുണ്ടായിരുന്നു. കൃത്യമായി തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. ഉരുൾപൊട്ടിയ അന്ന് തന്നെ ജനം TV സംഘം ഈ പ്രദേശങ്ങളിലാകെ ഉണ്ടായിരുന്നു. ഇതിനേക്കാളും വലിയ രീതിയിൽ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഓരോരുത്തരെയും, അതായത് ശവശരീരങ്ങളും ഓരോരുടെ മൃതദേഹങ്ങളടക്കം അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഓരോരുത്തരെയും, അതായത് ശവശരീരങ്ങളും ഓരോരുടെ മൃതദേഹങ്ങളടക്കം പുറത്തെടുക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ നിന്നായിരുന്നു. അത്തരത്തിൽ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഈ പ്രദേശത്ത് നിന്നുമൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. പുന്നപ്പുഴ ഒഴുകിക്കൊണ്ട് ഇത്തരത്തിൽ ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന പുഴയാണ് ഒരർത്ഥത്തിൽ പെട്ടെന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിസ്ഫോടനത്തോടെ വലിയ രീതിയിൽ കല്ലും അതുപോലെ തന്നെ ആളുകളുടെ മൃതദേഹം, നമുക്കറിയാം, നമ്മൾ അന്ന് തന്നെ സൂചിപ്പിച്ചതാണ്, ആളുകളുടെ മൃതദേഹ ഭാഗങ്ങൾ, ശരീരഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടെടുത്തത് മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളിൽ നിന്നോ അടക്കമാണ് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത്. അത്രത്തോളം വ്യാപ്തിയുള്ള ഒരു അപകടമായിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം വ്യാപ്തിയുള്ള ഒരു പ്രകൃതിയുടെ ശോഭമായിരുന്നു നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ കണ്ടത്, ഈ കഴിഞ്ഞ വർഷം കണ്ടത്. പക്ഷേ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഇതുവരെയും പുനരധിവാസം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. മാതൃകാ വീട് മാത്രമാണ് ഇപ്പോൾ പണി കഴിപ്പിച്ചിരിക്കുന്നത്. മറ്റു വീടുകളുടെ പ്രവർത്തികളൊക്കെ തറകെട്ടി അതിനപ്പുറത്തേക്ക് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള കുറെ കൂടി ആളുകളെ കൂടി ഉൾപ്പെടുത്തണം. അതായത് പടമല ഭാഗത്തുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അട്ടമല ഭാഗത്തുള്ള കുറെ ആളുകളുണ്ട്. ഈ ആളുകളെ കൂടി ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് പൂർണ്ണമാക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഈ ടൗൺഷിപ്പ് പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇവർക്കുണ്ട്. നാളുകളായി ഈ ടൗൺഷിപ്പ് പദ്ധതി തുടങ്ങിയിട്ട് 1 വർഷമാകുന്നു. 1 വർഷമാകുമ്പോഴും നാളെ 1 വർഷമാകുമ്പോഴും ഇതുവരെയും ടൗൺഷിപ്പ് പദ്ധതി പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി, കഴിഞ്ഞ മാസങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ്, വലിയ പ്രതിഷേധവുമായി
രംഗത്ത് എത്തിയിട്ടുള്ളത്. നമ്മൾ കാണുന്ന ഈ മുണ്ടക്കൈ പ്രദേശം ഇപ്പോൾ മൂകമാണ്, ആരുമില്ല ഇവിടെ, മനുഷ്യവാസം ശരിയാണ് അർജുന. ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും ഉള്ളിലൊരു നടുക്കമാണ്. നമുക്ക് ആ രാത്രിയെക്കുറിച്ച് ഓർക്കാനേ ആഗ്രഹമില്ല എന്നുള്ളതാണ്. വളരെ സങ്കടകരമാണ് അവിടുത്തുകാരുടെ അവസ്ഥ. ആരും തിരിഞ്ഞു നോക്കാനില്ല, സർക്കാർ അവഗണിക്കുന്നു. എന്ത് ഇനി എന്നുള്ള ചോദ്യം മാത്രമാണ് അവർക്ക് മുന്നിൽ.